ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് കുറച്ചൊരു കരിയർ ഗ്യാപ്പ് വന്നേ. പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേജിൽ കണ്ടപ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയില്ലല്ലോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് ഇവർ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ നിനക്ക് എന്താണ് ഇനി മുന്നോട്ട് നിന്റെ കരിയർ എന്താണോ അതിനെ സപ്പോർട്ടായിട്ട് നമ്മൾ ബാക്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഒരു സ്ട്രെസ് ഇല്ലാത്ത രീതിക്കായിരുന്നു നമുക്ക് ക്ലാസ്. ഫാത്തിമയുടെ കൂടെ ഫാമിലി ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നതിന് എന്താണ് എൻ്റെ കാരണം എന്തായിരുന്നു? മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇമോഷണൽ, മെന്റലി, ഫിസിക്കലി ഒക്കെ ആയിട്ട് ഓരോരുത്തർ വരുന്ന സമയത്ത് നമ്മളെ കൊണ്ടാകുന്ന സപ്പോർട്ട് കൊടുക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പഠിച്ചത് BA ഇംഗ്ലീഷ് ആയിരുന്നു. എങ്ങനെ BA ഇംഗ്ലീഷിൽ നിന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യാമെന്ന് ആരെങ്കിലും പറഞ്ഞതാണോ അതോ എനിക്ക് സ്വന്തം തോന്നിയതാണ്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് കുറച്ചൊരു കരിയർ ഗ്യാപ്പ് വന്നേ. പിന്നെ പഠിക്കാൻ അങ്ങനെ ഒരു വലിയൊരു ഇത് കിട്ടിയില്ലേനു. അപ്പം പിന്നെ എന്താണെന്നുള്ളൊരു തിങ്ക് ചെയ്തപ്പോൾ പിന്നെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നമ്മളിങ്ങനെ അറിവ് കിട്ടിയതാ. അങ്ങനെ അറിഞ്ഞ് അപ്പോൾ ഇഷ്ടമുള്ളൊരു ഫീൽഡും ആണ്. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എനിക്ക് മുന്നേ അറിയില്ലായിരുന്നു. പിന്നെ അറിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഞാൻ സെർച്ച് ചെയ്തു ഫുൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കുമ്പോൾ വേറെ ആരും സജസ്റ്റ് ചെയ്തൊന്നുമില്ല. ഇൻസ്റ്റഗ്രാമിൽ കുറേ റീച്ചും കാര്യങ്ങളും പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ലെവലിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പേജിൽ കണ്ടപ്പോൾ എൻ്റെ പേരൻസിനോടാണ് ഞാൻ പറഞ്ഞത്. ഒരു ഫുൾ സപ്പോർട്ടായിരുന്നു. എനിക്ക് എന്താണ് എങ്ങനെയാണ് നമ്മൾ എപ്പോഴും ബാക്കിൽ ഉണ്ടാവും. ബാക്ക് ബോൺ ആയിട്ട് എനിക്ക് ഇവർ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ നിനക്ക് എന്താണ് ഇനി മുന്നോട്ട് നിന്റെ കരിയർ എന്താണോ അതിനെ സപ്പോർട്ടായിട്ട് നമ്മൾ ബാക്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡന്റ് ആണ് എനിക്ക്. പഠിക്കാൻ വരുന്ന സമയത്ത് ഇപ്പൊ BA ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് തന്നെ ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്. എന്താണെന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയില്ലല്ലോ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് എങ്ങനെയായിരിക്കും ഇതിന്റെ സബ്ജക്റ്റ് ആയിക്കോട്ടെ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു തന്നു. പിന്നെ ഇവിടെ ചേർന്നപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ ഇത് പാതിരാത്രി വിളിക്കാന്ന് ഒരു വാക്ക് പോലെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഏത് ടൈമിൽ വിളിച്ചാലും അവർ അവൈലബിൾ ആയിരിക്കും. പഠന സമയത്ത് നമുക്കിപ്പോ ഈ പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ഒരുപാട് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ? അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് നിങ്ങൾ പറയും. അപ്പൊ ആ സമയത്ത് നമുക്കതൊരു ജസ്റ്റ് ഒരു അഡീഷണൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം മാത്രം ചിന്തിക്കുന്നു. ഇപ്പൊ അത് നോക്കുകയാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞു സർട്ടിഫൈഡ് ആയി നോക്കുമ്പോൾ കുറെ ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ പങ്കെടുത്തപ്പോൾ എന്താണ് തോന്നുന്നത്? നമുക്ക് ആ ആക്ടിവിറ്റീസ് കൂടുതൽ ഫീൽ ചെയ്ത് ഒരു സ്ട്രെസ് ഇല്ലാത്ത രീതിക്കായിരുന്നു നമുക്ക് ക്ലാസ്സും അതായത് ഈ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഒരു സ്ട്രെസ് വരുന്നില്ല. പഠിക്കുന്ന എക്സാം ഉണ്ട്, അതിന്റെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഒരുപാട് മാറി അങ്ങനെ പ്രോഗ്രാംസിനും കാര്യങ്ങളൊന്നും പങ്കെടുക്കാറില്ല. എല്ലാത്തിനും പങ്കെടുത്ത് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിക്ക്. ഫസ്റ്റ് തന്നെ ഫ്രഷേഴ്സ് ഡേ അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ കഹാനിയാണ് മെയിൻ. കഹാനിയാണ് വരുന്നത്. കഹാനി നമ്മൾ ഇങ്ങനെ ഒരു വിചാരിച്ചിട്ടില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു. തിരിച്ചു കിട്ടാൻ ഒരിക്കലും വിചാരിച്ചിട്ട് ആ ഒരു കോളേജ് ലൈഫ് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ വന്നപ്പോ ഒരു 6 months നമുക്കൊരു നല്ലൊരു ടൈം. അതിനുശേഷം പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു പ്രോഗ്രാമുകൾ വന്നില്ലേ, ഹോസ്പിറ്റൽ വിസിറ്റ് പോലുള്ള നിങ്ങൾ ഇൻഡസ്ട്രി കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാം BLS ട്രെയിനിങ്, വൈറ്റൽസ് വർക്ക്ഷോപ്പ്, പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ ഡോക്ടേഴ്സ് ഒക്കെ വന്നിട്ട് BLS ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്നു. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് അതൊക്കെ ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് ഇപ്പൊ ആലോചിക്കുമ്പോൾ എന്താണ്, എങ്ങനെ അതിന്റെ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോ പറഞ്ഞ കാർഡിയാക് അറസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഇത് എന്താ ചെയ്യേണ്ടത് നമുക്ക് കണ്ടു നിൽക്കല്ലാണ്ടൊന്നും ചെയ്യാൻ അറിയില്ലേനല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാല് എന്ത് ചെയ്യണമെന്നും അറിയാം. പിന്നെ ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തില്ല, ഫെബ്രുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് പേരൻസിന് എന്താണ് പറയാനുള്ളത്? മോള് പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഡിസിഷൻ പറഞ്ഞപ്പോ എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. അവർക്ക് ഞാൻ അവളോട് പറഞ്ഞെന്താ വെച്ചാൽ നീ എന്ത് ചൂസ് ചെയ്യുന്നോ എൻ്റെ ഇഷ്ടമാണ്. നമ്മൾ വരുന്ന നമ്മൾക്ക് അതിൻ്റെ എന്ത് സപ്പോർട്ട് വേണം നമ്മൾ ചെയ്തത്. അങ്ങനെ അവിടെ ഫ്രീ ആയിട്ട് അവിടെ വിട്ടുകൊടുത്താം. അപ്പോൾ അവിടെ തന്നെ അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ചൂസ് ചെയ്തതാണ്. ഒരുപാട്
ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിരുന്നു. അപ്പൊ ലാസ്റ്റ് ഇത് കണ്ടപ്പോ എനിക്കും തോന്നി നല്ലതാണ്. ഇൻസ്റ്റാ പേജ് ഒരുപാട് കണ്ടപ്പോൾ പിന്നെ ഒരു കോൺഫിഡന്റ് തീരെ ഇല്ലാത്ത ലെവലിൽ നല്ല കോൺഫിഡന്റിലേക്ക് മാറി. ഒന്നും പറ്റൂല എന്നൊരു ഇതായിരുന്നു ആദ്യം. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യും എന്ന എന്ത് കാര്യം വിശ്വാസം എനിക്ക് കഴിയുന്നൊരു വിശ്വാസം, അതാണ് ഏറ്റവും വലിയ. അതൊരു പക്ഷേ നമുക്ക് നല്ല ബാച്ചിന് ഒരു പക്ഷെ കിട്ടിയത് നിങ്ങൾ ഇൻഫ്ലുവൻസ് ഒരുപാട് സപ്പോർട്ടിങ് ടീച്ചേഴ്സ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം, ഒരു ബാച്ച് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം. പിന്നെ ഒരുപാട് ആക്ടിവിറ്റി വരുമ്പോൾ നമ്മളെ മൈൻഡും ഓട്ടോമാറ്റിക്കലി ആ ഒരു മേഖലയിലേക്ക് മാറുകയല്ലേ. ഫസ്റ്റ് എൻക്വയറിക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് നേരം ഇരുന്നിട്ട് കാര്യങ്ങളെ പറ്റി വിശദമായിട്ട് ക്ലിയർ ആക്കി. എനിക്കറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ വന്നതാണ്. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് ഇത് മനസ്സിലായിട്ട് ഫുൾ കോൺഫിഡന്റ് ആയി. അഡോണിൽ തന്നെ അഡ്മിഷൻ എടുക്കാന്നുള്ളൊരു കോൺഫിഡൻസ് അത്രയും ഇതോടെ പറഞ്ഞു തന്നു. ഒരുപാട് സമയത്ത് ഒരുപാട് സംശയങ്ങളായിരുന്നു. കാരണം ഇപ്പം പിന്നെ ഒരു പ്രൂഫ് ഇല്ലാത്ത ഒരുപാട് ഇതിങ്ങനെ ഉണ്ടല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാല്യൂ ഇല്ല അങ്ങനൊക്കെ ഒരുപാട് കേട്ടതല്ലേ. നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വെറുതെ ആവുമെന്നൊക്കെ. പക്ഷെ പിന്നെ കംപ്ലീറ്റ്. പിന്നെ നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഫാത്തിമ നമുക്ക് ഇപ്പോൾ കോളേജ് ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പഠിച്ച തിയറികളൊന്നും ചിലപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല. പക്ഷേ അവിടുത്തെ ചില ജീവിതത്തിൽ കിട്ടിയ എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കും അല്ലേ. അപ്പോൾ എന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ ആരോൺ അക്കാദമിയിൽ പഠനത്തിൻ്റെ പുറമെ ചിലപ്പോൾ നല്ല സുഹൃത്തുക്കൾ കിട്ടിയതാവും, ഇപ്പോൾ പറഞ്ഞ കോൺഫിഡൻസ് ബിൽഡിംഗ് ആവാം, എന്തെങ്കിലും ഒരു അഡീഷണലി സ്കില്ല് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടോ? അതല്ലെങ്കിൽ അഡീഷണലി എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പ്രചോദനമാവും. ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇടപെടലുകളാവാം, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടപെടലുകളാവാം. അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് കിട്ടിയതായിട്ട്? ഇങ്ങനെ ഫീലിങ്സ് തന്നെ ഇപ്പൊ പറഞ്ഞ ക്രൗഡിന്റെ മുന്നിൽ അധികം സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പം ടീച്ചേഴ്സ് ബാക്കിൽ നിന്ന് നമ്മളെ പുഷ് ചെയ്ത് ഇപ്പൊ എവിടെ ചെന്നാലും പിടിച്ചു നിൽക്കാന്നുള്ള അല്ല, അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് പണം കൊണ്ട് എന്ത് നേടാം, പക്ഷെ ഇങ്ങനത്തെ സ്കില്ലുകളൊന്നും ഒരു ദിവസം കൊണ്ട് ഒരാൾക്ക് നേടാൻ പറ്റില്ല. അല്ല, ഇപ്പൊ എത്ര ആളുകൾക്കുണ്ട് മൈക്ക് സംസാരിക്കാൻ പേടിയുള്ള അല്ലെ ആളുകൾ ഫേസ് ഭയങ്കര കോൺഫിഡന്റ് അല്ലേ അല്ല ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും നിലനിർത്തണം. കാരണം ആളുകളെ നമ്മളെപ്പോഴും കാണുന്നത് ഒരു കോൺഫിഡൻറ്റ് ഫേസ് ആവാനേ ആളുകൾക്ക് ഇഷ്ടമുള്ളൂ. അവർക്കേ വളർച്ച ഉണ്ടാവുള്ളൂ. ഒരു ലീഡർഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ നമ്മൾ കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടും. അവിടെ ചിലപ്പോൾ മാർക്ക് പോലും നോക്കാതെ സെലക്ട് ചെയ്യുന്നത് ആരെയാവും? ആ കോൺഫിഡൻറ്റ് ഫേസുള്ള ആളെ എന്ത് ചെയ്യണത്? വലിയ കാര്യമാണ്. ഓക്കെ, പിന്നെ നമ്മളിങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്ററായി മാറുമ്പോൾ ഇപ്പോൾ ഫാത്തിമേൻ്റെ പഠനം തിയറി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, റിയൽ ലൈഫ് വരുന്നത് പ്രാക്ടിക്കലിലാണ് വരുന്നത്. അപ്പോൾ ഫാത്തിമ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെയായി മാറണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു ക്വാളിറ്റി ആവും എനിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ലൈഫിൽ മാറണമെന്ന് അല്ലെങ്കിൽ നമ്മളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ട്. ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഓവർ തിങ്കിങ് കുറയ്ക്കണം. ഓക്കെ, ഇപ്പം സ്ട്രെസ് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഒരു പേഷ്യന്റ് കൂടെ ഒക്കെ നിൽക്കുമ്പോൾ എന്ത് പുതിയൊരു ക്യാരക്ടറാണ് നമ്മള് അവരുടെ ഒരു കൂട്ടത്തിൽ ഒരാളായിട്ട് നമ്മൾ നിൽക്കണം. നമ്മളായിട്ടല്ലാണ്ട് നമ്മളായിട്ട് തന്നെ, എന്നാലും അവരുടെ ഫീലിങ്സും കാര്യം മനസ്സിലാക്കി അവരുടെ ഒരാളായിട്ട് നിൽക്കണമെന്ന്. അതായത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് പേഷ്യൻസ് ഉണ്ടാവും, നിങ്ങളുടെ കൊളീഗ്സ് ഉണ്ടാവും, അവിടെ നമ്മൾക്ക് പകരം അവരുടെ കൂടെ നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എംപതി കമ്മ്യൂണിക്കേഷൻ അല്ലെ. എംപതി എന്താണ്? മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാനുള്ളൊരു കഴിവാണ്. അതാണ് ഒരു ഏറ്റവും ഞാൻ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസും ഹോസ്പിറ്റൽ ആയതുകൊണ്ട് പറയുന്നു, ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഇത് എംപതി എന്നുള്ളത്. സിമ്പതി അല്ല, എംപതി. എംപതി എന്താണ്? മറ്റുള്ളവർക്കുള്ള വിഷമം അതുപോലെ കാണാൻ പറ്റുക, അവരുടെ സന്തോഷത്തെ കാണാൻ പറ്റുക, അവർ ഏത് സ്റ്റേറ്റിലാണ്, ദേശത്തിലാണോ നിൽക്കുന്നത്, ആ ദേശത്തിലാണെന്ന് മനസ്സിലാക്കി സംസാരിക്കുന്നവർക്കാണ് ആരുടെ കാണാൻ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്തു അവിടെ തീരും. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാനുകൾ? എന്തൊക്കെയാണ്? ഒരു നല്ലൊരു പ്ലാനിങ് കൂടി തന്നെയാണ് വന്നിട്ടുണ്ടാവുക അല്ലേ. BA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരാൾ ഒരു കരിയർ ഗ്യാപ്പ് വന്നു, ഈ ഗ്യാപ്പിന് ശേഷം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു, സർട്ടിഫൈഡ് ആയി. അപ്പോൾ അതിനൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ട്, അല്ലാണ്ട് വെറുതെ വന്ന് പഠിച്ച കാര്യമല്ലല്ലോ. അപ്പോൾ ആ പ്ലാൻ ഓക്കെയാണ്. അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇനി
ചെറിയ പൊസിഷനിലാണെങ്കിലും തുടങ്ങി നല്ല നല്ല പൊസിഷനിലേക്ക് കയറണം എന്നുള്ള. നാട്ടിൽ ജോലി ചെയ്യാനാണോ പുറത്ത് ജോലി ചെയ്യാനോ? പുറത്തേക്കാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്. ഹസ്ബൻഡ് പുറത്താണ് അല്ലേ? അപ്പോൾ നാട്ടിൽ എക്സ്പീരിയൻസ് ആയിട്ട് പുറത്തേക്ക് പോകാനുള്ളൊരു പ്ലാൻ. ഓക്കെ, അപ്പോൾ അതിനുള്ള എല്ലാവിധ കാര്യങ്ങളും എന്ത് ചെയ്യട്ടെ. ഇനി എന്താണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം ആസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? അല്ലെങ്കിൽ എനിക്ക് ഖത്തറിലേക്ക് പോകണം, അല്ലെങ്കിൽ അതല്ല ഡ്രീം ഉള്ളത്, ആ ഡ്രീം എപ്പോഴും വേണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? എൻ്റെ ഈ ഒരു ജോലിയിലേക്ക് ഞാനൊരു ബെസ്റ്റ് പെർഫോമറായിട്ട് ബെസ്റ്റ് സ്റ്റാഫായിട്ട് മാറാൻ എന്തൊക്കെ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ലാംഗ്വേജ് ഒന്നും കൂടി ലാംഗ്വേജിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അതിലൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംപതി, കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇനി വരാൻ പോകുന്ന കുറേ കുട്ടികളുണ്ട് അല്ലേ? കാരണം ആളുകൾ വെറുതെ പറയാണ് ജോലിയില്ല എന്ന്. ജോലിയൊക്കെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, ഒരുപാട് ജോലികളുണ്ട്. അപ്പൊ ഇനിയുള്ള കുട്ടികൾ, വരാൻ പോകുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ അതിനെന്താ പറയാൻ പറ്റുക? നമ്മൾ വിചാരിക്കും ഇതൊരു ചെറിയ കോഴ്സല്ലേ, നമ്മൾ ഇനി ഇത് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? നമ്മളൊന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്കതിൻ്റെ വാല്യൂ എന്താണെന്ന്, എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ടാവും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവാം. നമ്മളെ ഡ്രീംസ് ഒരിക്കലും നമ്മൾ പകുതി വഴിക്ക് വിട്ട് കളയരുത്. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് കെയർ കൊടുക്കാൻ പറ്റുന്ന ഒരാളായി മാറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുകൂടെ ഫാമിലി, അതുപോലെ തന്നെ നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മുടെ പേഷ്യൻസ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, അങ്ങനെ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണലിലേക്ക് എന്ത് ചെയ്യട്ടെ, എത്തട്ടെ. അതിനെല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ വെരി.